എറണാകുളം ജില്ലയിൽ എലൂർ നഗരസഭയിലെ 27-ാം വാർഡിൽ UDF ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമ കണ്ടവർക്കറിയാം കുട്ടേട്ട എന്ന വിളിയും സുഭാഷ് എന്ന ആളെയും. യഥാർത്ഥ ജീവിതത്തിലെ സുഭാഷാണ് ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ ജനവിധി തേടുന്നത്. രാവിലെ നമ്മോടൊപ്പം ചേരുന്നത് ഏലൂർ നഗരസഭയിലെ 27-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായ സുഭാഷാണ്. സുഭാഷിന്റെ ഇലക്ഷൻ പ്രചരണം എന്തായെന്ന് നമുക്ക് നോക്കാം. മത്സരിക്കുന്ന ഞാനാണ്. അപ്പോൾ നമ്മുടെ ചെറുപ്പം തൊട്ടുള്ള നമ്മുടെ ക്ലബിലുണ്ടായിരുന്ന കാലം തൊട്ട് നമ്മൾ നല്ല നല്ല പ്രവർത്തനങ്ങളായിരുന്നു കാഴ്ചയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ കൂടെ നമ്മുടെ പാർട്ടിയും നമ്മുടെ ഒരു കൂട്ടം യുവാക്കളും സാമൂഹിക സേവനം ചെയ്യാനായിട്ട് കൂടെയുണ്ട്. നമ്മളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ. ഈ ഡിവിഷനിൽ പ്രചരണം തുടങ്ങി. ഇപ്പൊ എന്തൊക്കെയാണ് ഈ ഡിവിഷനിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങൾ, അതായത് പരിഹരിക്കേണ്ടത്? ഈ ഡിവിഷനിൽ മെയിനായിട്ട് പറയാനുള്ള റോഡുകളുടെ ശോചനീയാവസ്ഥ തന്നെയാണ്. പിന്നെ അത് എല്ലായിടത്തും ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പുണ്ടായ കൗൺസിലർമാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അപ്പോൾ നമ്മൾക്ക് അതൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം നമുക്കുമുണ്ട്, നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന നാട്ടുകാർക്കുമുണ്ട്. പിന്നെ ഈ ബീവറേജുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ള സാമൂഹിക പ്രവർത്തനം? അത് പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിൽ അതിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങളും ജാഥകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളും അതിൻ്റെ ഇടയിൽ പങ്കെടുത്തു. നമ്മുടേതായ സ്റ്റേറ്റ്മെന്റ് ഇതിനു മുമ്പ് വന്ന മീഡിയ കവറേജിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിനെതിരെ പോരാടുക തന്നെ ചെയ്യും. ഈ മഞ്ഞുമേൽ ബോയ്സിലെ അവരൊക്കെ വരുമോ പ്രചരണമായിട്ട് ബന്ധപ്പെട്ട്? അത് എല്ലാവരുടെയും ഒരു സസ്പെൻസായിട്ട് നിലനിൽക്കുന്നു. അതൊരു സസ്പെൻസായി തന്നെ ഇരിക്കട്ടെ. നമുക്ക് പ്രതീക്ഷിക്കാം, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയോട് പ്രതീക്ഷിക്കാം. പ്രചരണമൊക്കെ ആരംഭിച്ചല്ലോ, ഇപ്പൊ എങ്ങനെയുണ്ട് പ്രതീക്ഷ, വിജയപ്രതീക്ഷ എങ്ങനെയാണ്? നമ്മൾ പ്രചരണമായിട്ട് ഇപ്പോൾ ഓരോരോ വീടുകൾ കയറിയിറങ്ങി നടക്കുകയാണ്. ആദ്യം നമ്മൾ ഒറ്റക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്, അതിനുശേഷമാണ് സ്ക്വാഡായിട്ട് ഇറങ്ങുന്നത്. നമ്മളൊരു തുടക്കക്കാരനായതുകൊണ്ട് തന്നെ ആദ്യം ഒറ്റയ്ക്ക് ഇറങ്ങി എല്ലാവരോടും പരിചയപ്പെട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാം. നമ്മുടെ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനം ഇന്ന രീതിയിലായിരിക്കും എന്നൊക്കെ ഒരു വീട്ടിൽ കയറിയിരുന്ന അവരോട് തനിയെ ഒരു 10 മിനിറ്റ് സംസാരിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. അതിനുശേഷമാണ് നമ്മൾ സ്ക്വാഡായിട്ട് ഇറങ്ങുന്നത്. ഞാൻ ഇറങ്ങിയിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നാട്ടിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിജയം നേടാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. UDF സ്ഥാനാർത്ഥി സുഭാഷ് വലിയ വിജയപ്രതീക്ഷയിലാണ്. ഇത്തവണ ഈ വാർഡ് പിടിച്ചെടുക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. ക്യാമറമാൻ പ്രവീൺ കയ്യൂരിനോടൊപ്പം ജ്യോതിഷ് ജനാർദ്ദൻ, ജയ് ഹിന്ദ് ന്യൂസ്, കൊച്ചി.